ഈ കിണറ്റിൽ നമുക്ക് കുറച്ച് ക്ലോറിൻ കലക്കിയാലോ? ഇന്ന് നമ്മൾ ഒറ്റപ്പാലത്ത് കയറമ്പാറ എന്ന സ്ഥലത്ത് ഒരു വെസൽ ഫിൽറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവിടുത്തെ വെള്ളത്തിന് ഓപ്പൺ വെല്ലാണ്. വെള്ളത്തിന് റിസൾട്ട് നോക്കുന്ന സമയത്ത് അയണിൻ്റെ പ്രസൻസും അതുപോലെ കോളിഫോം ബാക്ടീരിയ പ്രസൻസുമാണ് ഉള്ളത്. അയൺ അത്രയ്ക്ക് ശക്തമല്ലാത്തത് കൊണ്ടും കോളിഫോം ബാക്ടീരിയ പ്രസൻസ് കൂടുതലുള്ളത് കൊണ്ടും വെള്ളത്തിനെ ഒന്ന് ക്ലോറിനേറ്റ് ചെയ്ത് ഒരു കാർബൺ ഫിൽറ്റർ സെറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. വെസൽ ഫില്ലിങ് കഴിഞ്ഞ് ബാക്കി പണി പ്ലംബറെ ഏൽപ്പിച്ചിട്ട് ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ക്ലോറിൻ്റെ അളവ് സെലക്ട് ചെയ്യേണ്ട രീതി മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള അളവ് ക്ലോറിൻ മിക്സ് ചെയ്ത്, ഇതിപ്പോൾ നമ്മൾ ലിക്വിഡ് ക്ലോറിനാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ക്ലോറിൻ മിക്സ് ചെയ്ത് കിണറ്റിലെ വെള്ളത്തിലേക്ക് ശക്തമായി ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരു 3-4 മണിക്കൂർ അത് സെറ്റിൽ ചെയ്യാനുള്ള ടൈം കൂടി അനുവദിക്കണം. ക്ലോറിൻ കലക്കുന്നതിന് മുമ്പ് കിണറ്റിൽ വല്ല മീനുണ്ടെങ്കിൽ അതിനെ ആദ്യം റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെയാവും. പിടിക്കാൻ കിട്ടാതെ മുങ്ങി നടക്കുന്ന മീനുകളെ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. ശക്തമായ കോളിഫോം ബാക്ടീരിയ പ്രസൻസിനും നേരിയ അയണിനും ഈ ഒരു ക്ലോറിനേഷൻ ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ബാക്കി വരുന്ന ചെളിയും ആ ക്ലോറിൻ്റെ സ്മെല്ലും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വെസൽ ഫിൽറ്റർ, കാർബൺ ഫിൽറ്റർ കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. സെൽ ഫിൽട്രേഷൻ, ബാക്ക് വാഷും ക്ലീനിങ് പ്രോസസ്സും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വർക്കും കംപ്ലീറ്റ് ആയി. നിങ്ങളുടെ വെള്ളത്തിനും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇതുപോലുള്ള കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്